കേരള ക്രിക്കറ്റ് സാഗ യാത്ര നമ്മൾ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായും പെരിന്തൽമണ്ണയിലെ ഈ മൈതാനം രണ്ട് സൂപ്പർ താരങ്ങളെ നമുക്ക് ഈ സമീപകാലത്ത് നൽകിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിഘ്നേഷ്, ഒപ്പം സിബിൻ, KCL ഓപ്ഷനിലെ താരം. കഴിഞ്ഞ തവണ KCL മികച്ച ബൗളർമാരുടെ പട്ടികയിൽ എടുത്തു വയ്ക്കാൻ തുടക്കത്തിൽ തന്നെ സിബിൻ്റെ പേര് കാണാം. അപ്പോൾ സിബിൻ, ഗിരീഷും വിഘ്നേഷും നമുക്കൊപ്പം ഇവിടെ നിന്ന് ചേരുകയാണ്. രണ്ട് പേരും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് ജോളി റോവേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ്. അതിനുവേണ്ടി വിക്കിയുടെ തുടക്കം തന്നെ അവിടെയാണ്. ഒപ്പം സിബിനെ അടുത്ത് അവിടെ ജോയിൻ ചെയ്തു അല്ലേ? ഈ മൈതാനം അത് എത്രമാത്രം വിഘ്നേഷിന്റെ ലൈഫിലും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വീണ്ടും ഇവിടെ നിൽക്കുമ്പോൾ. തീർച്ചയായും ഇവിടുന്നാണ് കളി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് തീർച്ചയായും. മിക്ക സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ കളിക്കില്ല പോലും ഫ്രണ്ട്സ് ഒന്നും കൂടെ ഇരിക്കും. അങ്ങനെ 11 വയസ്സിൽ ആദ്യമായിട്ട് കണ്ട് വരുന്ന ഗ്രൗണ്ടിലേക്ക് ഈ മൈതാനത്തേക്ക്. അപ്പോൾ അന്ന് പവലിനൊക്കെ ഉണ്ടാക്കുന്നുള്ള ടൈമിലൂടെ അച്ഛൻ്റെ കൂടെ വന്നേ. ഓക്കെ, ആ വരവൊക്കെ ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായും. പിന്നീട് IPL ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ടീമിലെത്തുകയും ഞങ്ങളൊക്കെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം മലപ്പുറത്തേക്ക് വരുമ്പോൾ പെരിന്തൽമണ്ണയിൽ സ്റ്റേഡിയത്തിലേക്ക് വന്നൊരു സ്വീകരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നന്നായി സ്വീകരിച്ചു എല്ലാവരും, നാട്ടുകാരും വീട്ടുകാരും. പിന്നെ അസോസിയേഷൻ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് പഴയ സാധാ പോലത്തെ ഫീലിംഗ് തന്നെയായിരുന്നു, മാറ്റം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഈ പെരിന്തൽമണ്ണയുടെ ഈ മൈതാനത്തിൻ്റെ ഒരു ആളാണ്. എവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പം ഇവിടെ വരും, ഇവിടെ ഹോം ഫീലിംഗ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റിലെങ്കിലും ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. ഭയങ്കര കാം, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. വരാറുണ്ട്, ഭയങ്കരമായിട്ട് സന്തോഷം. ഓക്കെ, സിബിന് മലപ്പുറമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, സിബിൻ ജനിച്ചത് ഇവിടെ കോട്ടക്കലാണ് അല്ലേ? അതെ. അമ്മയുടെ വീട് എവിടെയാണ്, അമ്മമാരുടെ വീടൊക്കെ എവിടെയാണ്? കൊഴിച്ചന എന്ന് പറഞ്ഞ സ്ഥലം. കൊഴിച്ചന, നമ്മളെ കോട്ടക്കലടുത്ത് തന്നെ. ഓക്കെ. അപ്പോൾ സിബിനെ ഇത്തവണ അറിയാലോ. സിബിനെ വലിയ എന്താ പറയാ, ആ ഓപ്ഷൻ ഹാളിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ സിബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ 10 ലക്ഷം കഴിഞ്ഞു, 11 ലക്ഷത്തിലേക്ക് കടന്നു. വീണ്ടും വാശിയേറിയ വിളി. സിബിൻ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയൊരു വിലക്ക്? ഞാൻ ഇത്ര ആവുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാ വിളിക്കും ടീമുകള്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ സീസൺ ചെയ്തായിരുന്നു. ഗ്രേറ്റ്ഫുൾ. ഇവിടെ ഈ പെരിന്തൽമണ്ണയിലെ ഗ്രൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം എന്താണ് തോന്നുന്നത്? ഇപ്പൊ ജോളി റോവേഴ്സിന് 2 വർഷമായിട്ട് മലപ്പുറത്ത് കാര്യമായിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ, സജീവമായി തന്നെ മലപ്പുറത്തുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രൗണ്ടും ഈ അറ്റ്മോസ്ഫിയറും ഒക്കെ സിബിന് നൽകുന്ന ഒരു എനർജി? ഇവിടെ ഭയങ്കര ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ടർഫ് വിക്കറ്റ് ആയാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ അലൗ ചെയ്യും. അപ്പോൾ അതൊക്കെ കുറെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളിയാ, നല്ല ഗ്രോത്ത് ആണ്. ഓക്കെ, സിബിന് സാധാരണ നമ്മൾ പറയും ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നതെന്ന് പറയാം. അപ്പൊ സിബിനാണെങ്കിൽ M.Tech കഴിഞ്ഞ് എല്ലാം സെറ്റായി, എന്നിട്ട് ക്രിക്കറ്റിലേക്ക് വന്ന ഒരാളാണ്. അത് ഉള്ളിൽ കിടന്ന ഒരു ആഗ്രഹം, അത് എങ്ങനെയാലും പുറത്തെത്തും. അതെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ +1 ഈ പ്രൊഫഷണൽ ക്രിക്കറ്റ് തുടങ്ങുന്ന ലെതർ ബോളില്. അപ്പോ വീട്ടുകാർ ഈ ഓർത്തഡോക്സ് ഫാമിലി പോലെ തന്നെ പഠിത്തം വേണം, ഒപ്പം കളിച്ചോ എന്നുള്ള, പ്രൊഫഷണൽ ഡിഗ്രി വേണം എന്നാണ് പറഞ്ഞിരുന്നത്. ഒപ്പം കളിച്ചോ എന്ന് ഇങ്ങനെ പറയും. അത് വിടണ്ട, അവര് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടനായാലും അച്ഛനമ്മയും ചേട്ടന്റെ വൈഫും. അപ്പോ പഠിച്ചോ, അപ്പൊ തന്നെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് സംഭവം. പക്ഷെ ഫാമിലിയിൽ തന്നെ സിബിനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ഒരു വലിയ ഘടകമാണ്. ചേട്ടനാണ് അല്ലേ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വീട്ടില് ഒരുക്കി തന്നു. ചേട്ടൻ ഈ MBBS കഴിഞ്ഞ ആ സമയത്ത് കോൺക്രീറ്റ് വിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി എനിക്ക് എറിഞ്ഞറിയായിരുന്നു ഒത്തിരി. പിന്നെ ഇങ്ങനെ ഓരോ ഇന്റർനാഷണൽ മാച്ച് ഒക്കെ കളി കാണുമ്പോ ആള് ചോദിക്കും, ഈ സിറ്റുവേഷനിൽ നീ ആണെങ്കിൽ എന്താ ചെയ്യാ, ചുമ്മാ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ആൾക്ക് അത്രയും താല്പര്യമായിരുന്നു ഇങ്ങനെ ഞാൻ കളിക്കുന്നത് കാണാനൊക്കെ. അത് ഭയങ്കര മെൻഡറാ. ഈ ഓപ്ഷനൊക്കെ വന്നപ്പോഴേ വലിയ എമൗണ്ടിന് സിബിനെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഞെട്ടിയോ? ചേട്ടൻ ആ ടൈമില് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ചേട്ടനെ ഡോക്ടറാണ്, ഓർത്തോപീഡിക്സ് ഇവിടെ മെഡിക്കൽ കോളേജ്. അബിൻ ഗിരീഷ്. അപ്പൊ ആൾക്കത് ഓപ്ഷൻ കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ സർജറി കഴിഞ്ഞിട്ട് ആള് ഫോൺ നോക്കുമ്പോ
ഭയങ്കര കുറെ കോൾസ് ഒക്കെ കണ്ടപ്പോ അവിടെ ഓപ്പറേഷൻ ഇവിടെ ഓപ്ഷൻ, അവിടെ ഓപ്പറേഷൻ ഇവിടെ ഓപ്ഷൻ, അതിങ്ങനെ മാറി മാറി കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അവസാനം ആള് ഭയങ്കര ഓപ്പറേഷൻ സക്സസ് ആയി, ഓപ്ഷനും സക്സസ് ആയി. അപ്പോ അതിനുശേഷം എന്തായിരുന്നു സിബിനോടുള്ള ഒരു പ്രതികരണം? ആള് എന്നെ വിളിച്ചു. അപ്പൊ ആള് വിളിച്ചപ്പോ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചപ്പോ പിന്നെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചു, ഇങ്ങനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത്. ആള് ഭയങ്കര ഹാപ്പിയാ. വീട്ടുകാര് അമ്മയും അച്ഛനൊക്കെ കുടുംബമാണ് അപ്പൊ ഒരു വല്ലാത്ത കരുത്ത് സിബിന്റെ. അതെ അതെ അതെ, അത് ഭയങ്കരമായിട്ടും അവരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. വിഘ്നേഷിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ സ്ഥിരമായി കേൾക്കുകയും അറിഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ കുടുംബം, അമ്മ, അച്ഛൻ ഇവിടെ കൊണ്ടുവന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതൊരു വല്ലാത്ത ഓർമ്മ. അത് എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ്. കാരണം അവർക്ക് വേണ്ടി അവർ നമ്മളുടെ അടുത്ത ഒരു വിശ്വാസം ഇത് കാക്കണം എന്നൊക്കെ എപ്പോഴും മനസ്സിൽ തോന്നും. അത് എത്രമാത്രം വിഘ്നേഷ് എന്ന് പറയുന്ന താരത്തിന്റെ ഉള്ളിലുണ്ട് ഇപ്പോഴും. നന്നായിട്ടുള്ള കിടക്കുന്നുണ്ട് പല ഓർമ്മകളും. നന്നായിട്ട് പണ്ട് അച്ഛൻ കളിക്കാൻ കൊടുന്നാലും പണ്ടൊക്കെ ചെറുതായ കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ വിട്ടുന്നത് അച്ഛനെ എല്ലായിടത്തും കൊണ്ടുപോകാം. ഇപ്പോൾ കാസർഗോഡായാലും പാലക്കാട് രാത്രിയായാലും അച്ഛനൊപ്പം ട്രെയിനിലുണ്ടാവും. പട്ടേ നിന്ന് പോവുക, സീറ്റും ഉണ്ടാവില്ല. അപ്പോൾ അച്ഛൻ അതിൽ വന്ന് ആക്കിയിട്ടേ പോവുള്ളൂ. പുലർച്ചയ്ക്കെല്ലാം അച്ഛൻ റൂമിലാക്കിയിട്ട് അച്ഛൻ തിരിച്ചു പോകും. അപ്പോൾ അത് കാര്യമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഭയം കൊണ്ടാണ് ചെയ്യാൻ പറ്റി. ഇപ്പം രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണം വീട്ടിൽ. ഇപ്പോഴും വാഹനം ഇതുണ്ടോ? അച്ഛൻ ഓട്ടോ ഉണ്ട് വീട്ടില്, പക്ഷെ അവിടേക്ക് കുറവാണ്. പലപ്പോഴും പോകും. എന്താണ് IPL കിട്ടിയ സമയത്ത് അന്ന് നമ്മൾ വിക്കിയുടെ വീട്ടിലൊക്കെ വരികയും അവരൊക്കെ കാണുകയും ചെയ്താണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതുപോലെ മകനെ വളർത്താൻ പറ്റി, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം അവരിലുണ്ട്. അത് അവരിലെപ്പോഴും കാണാറില്ലേ? അത് തീർച്ചയായും അച്ഛനമ്മയ്ക്ക് എന്തോ വിശ്വാസം ഉണ്ടായിരുന്നു. അത് എനിക്കങ്ങനെ അറിയില്ല. പണ്ട് പഠിക്കുന്നത് പണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാർക്ക് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കളിച്ചോളാം രീതിയിലും പറയാം. ടൈം എല്ലാവരും എതിർപ്പ് പറയും, എന്തെങ്കിലും കളിക്കാൻ വിടണ പഠിത്തത്തോടെ ചോദിക്കും. അപ്പോൾ അച്ഛനമ്മ എല്ലാം മുന്നിൽ കുഴപ്പമില്ല കളിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവിടെ എത്താൻ പറ്റിയത്. എന്തുകൊണ്ടും വിഘ്നേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം എന്താണെന്ന് അറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്യാപ്റ്റന്മാരുടെ കൂടെ ഒരേ ടീമിലെ ഹാർദിക്, സൂര്യ, ഒപ്പം രോഹിത്, അവരെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം റയാൻ പരാഗിനെ പോലുള്ള മറ്റൊരു യുവ ക്യാപ്റ്റൻ്റെ കൂടെയൊക്കെ കളിക്കാൻ പറ്റി. അപ്പോൾ ആദ്യ സീസൺ ഇപ്പം മുംബൈക്ക് വേണ്ടി തകർത്ത് വാരി. പക്ഷെ പിന്നീട് രാജസ്ഥാനിലേക്ക് എത്തി. കഴിഞ്ഞ തവണ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് ഒരു ചെറിയ നേരിയ ഇഞ്ചുറിയൊക്കെ ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പിന്നീട് ഇനി എന്താണ് ഇപ്പോൾ അടുത്ത ഒരു ലക്ഷ്യം? ഇപ്പോൾ KCL ഗംഭീരമാക്കണം നമുക്ക്. അതോടൊപ്പം തന്നെ തിരിച്ച് IPL വേദിയിൽ ഒരു വൻ തിരിച്ചറിവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആഗ്രഹം ഉണ്ടാകും, പ്രിപ്പയർ ചെയ്യണം പല കാര്യങ്ങളും. ബാക്കി പോലെ ഇരിക്കും. കേസിലാണ് ഇപ്പോഴത്തെ ഫ്രണ്ടിൽ ഗോള്, അതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രിപ്പറേഷനാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി മെയിൻ ഗോളും അത്ര ഫോക്കസ് ചെയ്യണല്ലോ. അപ്പോൾ ഇവിടെ പ്രശ്നം നടക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ തവണ ആലപ്പിയിലായിരുന്നു, ഇത്തവണ തൊട്ടടുത്ത ജില്ലയിലേക്ക് പോകുന്നു, കോഴിക്കോടേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് കോഴിക്കോട്ടുകാരെന്താണ് വിഘ്നേഷിൽ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ കോഴിക്കോടുകാരനാണ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം പയ്യനാണ്. ഓക്കെ, കൂടുതൽ പ്രതീക്ഷ വേണ്ട. മീൻസ് എന്താ പറയുക, എനിക്ക് കോഴിക്കോട് കളിക്കാൻ ഭയങ്കര ആഗ്രഹം പണ്ട് പോലെ. കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൈഡിലുള്ള ടീമാണല്ലോ, കളിച്ച കൊള്ളാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഫസ്റ്റ് സീസണിലൊക്കെ. ഒട്ടും വിചാരിച്ചില്ല, ഇവിടെ എത്തും ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോഴിക്കോട് ആ ഒരു ഫെയ്ത്ത് കാണിച്ച വളരെ സന്തോഷം. മറ്റുള്ള ടീമുകളിൽ നിന്ന് കോഴിക്കോടാണ് ഒരു താല്പര്യം കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഭയങ്കര സന്തോഷം. കരിക്കുലർ ഓഫീസേഴ്സിന് ഭയങ്കര. വിഘ്നേഷ് കോഴിക്കോട്ട് വരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? തീർച്ചയായും. രോഹനേട്ടനൊക്കെ ഓൾറെഡി അറിയാം. പണ്ടുപോലെ കേൾക്കുന്ന വലിയ വലിയ പേരാണല്ലോ. പുറത്ത് പോകുമ്പോഴായാലും ഇപ്പോൾ ലാസ്റ്റ് ടൈം പോകുമ്പോൾ അവിടുത്തെ മുംബൈ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അവരെ പറയും റോഹൻ, സൽമാൻ, അവർ നല്ല പ്ലേയേഴ്സാണ്. അവരെ കുറിച്ച് ഭയങ്കര ഗ്രേറ്റായിട്ട് പറയാറ് പല കാര്യങ്ങളും. നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. സൽമാനായാലും ചോട്ടു നന്നായി കളിക്കില്ലേ, പണ്ട് കളിച്ചിട്ടൊപ്പം അങ്ങനെ പറയാറുണ്ട്. ചോട്ടു വരുമ്പോൾ സൽമാൻ സർ, അതെ അതെ, എല്ലാവർക്കും നമ്മളെ അസുറേട്ടൻ, റോഹനേട്ടൻ, സൽമാൻ പ്ലേയേഴ്സിന് ഭയങ്കര കാര്യം, പുറത്തുള്ള പ്ലേയേഴ്സിന്. കാരണം അവർ ആ ഒരു രീതിയിൽ നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് അവരിപ്പോഴും അറിയപ്പെടുന്നത്. അവർ ഭയങ്കര ഡിസേർവ്ഡാണ് പല കാര്യങ്ങൾക്ക് മുകളിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട്. വൈകാതെ എത്തുമെന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് രോഹന് പിന്നീട് വിക്കിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് ഫുഡ് ശരിക്കും കാര്യമായിട്ട് പോകാറുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് പോകാറുണ്ട്. കോഴിക്കോട് പോകാറുണ്ട്. എന്താണ് കോഴിക്കോടത്തെ ഏറ്റവും സ്പെഷ്യൽ? ദം ബിരിയാണിയാണോ? അല്ല, ബിരിയാണി ഇഷ്ടമാണ് തൊട്ടിലവരൊക്കെ. പിന്നെ മറ്റേ ഫിഷ് കറി, വെള്ളപ്പം, കോഴിക്കോടൻ ഹലുവ, മാനാഞ്ചിറ മൈതാനം. എന്താണ് ലക്ഷ്യം? കോഴിക്കോടിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഗോൾ ഉണ്ടാവുമല്ലോ. ഗോളുണ്ട് തീർച്ചയായും. മാച്ച് വിൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. അതാണ് മെയിനായിട്ടൊരു മെൻ്റൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ. സ്കിൽസിലായാലും കൂടുതൽ ഭയങ്കര വിക്കറ്റ് അങ്ങനെ സംഭവങ്ങളല്ല, ടീമിനെ ഹെൽപ്പ് ചെയ്യണം ജയിക്കാൻ വേണ്ടി. അതാണ് മെയിനായിട്ട്
നിൽക്കുന്നത്. കപ്പ് തന്നെ മുഖ്യം. ഓ തീർച്ചയായും. അതാണ്. ഓക്കെ, ഞാൻ വരാം. സിബിന് ആലപ്പുഴയില് ഒരു പിടി താരങ്ങള് ഇപ്പോ ആൺ തോക്കുകൾ അവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ നൽകിയത് ആലപ്പുഴയുടെ അമരത്തെ ഡബിൾ ബാരലിനാണ്. അസറും സച്ചിനും ഇവരാണ്. ജലജ് സക്സേന എത്തുകയാണ്. ഇപ്പൊ ആ നിരയിലേക്ക് സിബിൻ ഗിരീഷിന്റെ പേര്, അഭിജിത്ത് പ്രവീണുണ്ട്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിര ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു സ്ട്രോങ് നിര നമുക്ക് അവിടെ കാണാം. അപ്പൊ ആ ഒരു ടീമിന് പ്രത്യേകിച്ച് അസറിനും സച്ചിനും ഒക്കെ ഇപ്പം കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അതിന് എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ അസറിക്ക, സച്ചിൻ ചേട്ടൻ, അതേപോലെ ജലജ് ഭായിയുടെ കൂടെ കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയ. ഇതിന് മുൻപ് അവർക്കൊപ്പം കളിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഈ രഞ്ജി ട്രോഫിയും മുസ്താഖ് അലിയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ലേൺ ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര നല്ല അടിപൊളിയാ. നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ലേ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഉള്ളിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഉള്ളിൽ ക്രിക്കറ്റ് ഉള്ള ഒരു മനുഷ്യന് തിരിച്ചു വരാൻ ഒരു വേദി കേരളത്തിൽ ഉണ്ടായി KCL കൊണ്ട്. അതെ ഉണ്ടായി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ KCL പോലത്തെ ലീഗ് വന്നുകൊണ്ടാണ് ഈ ആദ്യം തന്നെ താങ്ക്സ് ടു KCA. അവര് ഇത്രയും വലിയ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ KCL നടത്തുന്നത്. ഇതിന്നാണ് കുറേ ന്യൂ പ്ലേയേഴ്സ് വരുന്നത്. ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കേരള ടീമൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ താങ്ക്സ് ടു KCA, പിന്നെ വിനോദ് സാർ, ഇവരൊക്കെ എൻ്റെ KCA ടീം. അതെ. ഹാർദിക് പാണ്ഡ്യ വന്ന് തോളത്ത് കൈയിട്ടല്ലോ, എന്തായിരുന്നു ഒരു മൊമെന്റ്? ഒട്ടും പ്രതീക്ഷയില്ല. മീൻസ് ഹാർദിക് വരുന്നറിയാം, പക്ഷെ ആ ടൈം വന്ന് തൊണ്ടിടുമ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ എടുത്ത് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് മുഖത്ത് കണ്ടത്. പക്ഷെ ഞാൻ ക്യാമറ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഞെട്ടിപ്പോയാ? സിബിന നോട്ടം ഓർമ്മണ്ടല്ലോ. എന്നാലും ഇത് ആരപ്പ എന്ന് നോക്കിയോ? ഹാർദിക് ആണെന്ന് കരുതിയപ്പോ എത്രമാത്രം ഒരു പ്രൗഡായിരുന്നു. അത്രയും വേൾഡ് നമ്പർ 1 ഓൾറൗണ്ടർ മീറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ പറ്റുക, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. ഞാളും നല്ല മനുഷ്യനാണ്, വളരെ നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര അഗ്രസീവ് ആണല്ലോ അദ്ദേഹം. അത് എനർജി. അതെ, അവൻ TV കണ്ടപ്പോലെ ഭയങ്കര ഭയങ്കര നല്ല മനുഷ്യനാണ്. ഹാർദിക് വളരെ പാവമാണ്. പക്ഷെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സപ്പോർട്ട് ചെയ്യും. മെന്റലി ആയാലും ഭയങ്കര അത് സംസാരിക്കും. കുറച്ചുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. എങ്ങനെയുണ്ടായിരുന്നു രോഹിത് ശർമ്മയ്ക്കും ഒപ്പം തന്നെ സൂര്യകുമാർ യാദവിനും ഒക്കെ ഒപ്പമുള്ള അനുഭവങ്ങൾ? അവരെത്രമാത്രം നമ്മളെങ്ങനെ ചേർത്ത് നിർത്തുമായിരുന്നു? രണ്ടുപേരും അടിപൊളിയായ കാര്യത്തിൽ. മീൻസ് മാച്ച് അങ്ങനെ മുന്നേ ആയാലും നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രോഹിത് ആയാലും കണ്ടറിഞ്ഞ് നമ്മൾ എടുത്തു വന്നിട്ട് സംസാരിക്കും. ചെറിയ സംഭവങ്ങളുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല, ചെയ്താൽ മതി. ഭയങ്കര ഒരു സ്വന്തം ബ്രദർ സംസാരിക്കാൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര കംഫർട്ട് ചെയ്യും പല കാര്യങ്ങളുള്ളൂ. അപ്പോൾ മാച്ച് നമുക്ക് ആ പ്രശ്നം ഫീൽ ചെയ്യില്ല അതൊക്കെ സംസാരിക്കുമ്പോൾ. ഈ സൂര്യഭായ് പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ പോലെ തന്നെയാണ് അവിടെ ഡീൽ ചെയ്യുന്നത് പല കാര്യങ്ങളും. എന്ത് പറയാം, ഭയങ്കര ഫ്രീഡ് ആയിരുന്നു. നല്ല ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. അവരൊക്കെ ഇപ്പോഴും നല്ല ബന്ധമുണ്ടോ? കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ട് ചോദിക്കുമോ നമ്മളെ കേരളം എങ്ങനെയുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ നമ്മളെ നാടിനെ കുറിച്ചൊക്കെ? അവര് ഇന്നപ്പോൾ ലാസ്റ്റ് ടൈം സേവ്സേ കളിച്ചപ്പോഴായാലും ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ സങ്കടം പറഞ്ഞ പോലെ തന്നെ കേരള പ്ലേയേഴ്സിനെ കുറിച്ച് ഭയങ്കര ടോക്ക് വരാറുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് കേസിനാണ് താങ്ക്സ് പറയണത്, അസോസിയേഷൻ തീർച്ചയായിട്ടും. കാരണം കേസിൽ വേദിയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ പല പ്ലേയേഴ്സും മുകളിൽ പോയിട്ടുള്ളത്. എനിക്ക് IPL കളിക്കാൻ പറ്റി, ഭയങ്കര വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. മാത്രമല്ല പല പ്ലേയേഴ്സും അവിടെ സെലക്ഷനായിട്ട് പോകുന്നുണ്ട്, ട്രയൽസിനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ചോദിക്കും പല പ്ലേയേഴ്സ് കേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു 5 ദിവസം മുന്നേ മെസ്സേജ് വന്നു, കേസ് പിക്ചർ വന്നോ, വന്നിട്ട് മെസ്സേജ് അയക്കും. എല്ലാവരും ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പ്ലേയേഴ്സിനെ ടാലൻസ് പിക്ക് കൊണ്ടുപോയിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ KCA ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് നമ്മളൊരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്. അന്നത്തെ IPL ക്യാമ്പിലെ ഒരു ഇൻസിഡന്റ് കൂടി, അന്ന് പോസ്റ്റിന് ക്രോസ് ബാർ അടിച്ച് പൊള്ളിച്ചായിരുന്നല്ല. അപ്പോൾ അതിന് വന്നൊരു കമന്റ്, ഈ അണ്ണാ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയിട്ടാലും മരം കയറാൻ പ്രത്യേകിച്ച് പറയുന്നത്. നമ്മളെ മലപ്പുറത്തെ പയ്യനാണ്. അപ്പോൾ മലപ്പുറത്തെ പയ്യന് ഫുട്ബോള് ക്രൈസ് ആണല്ലോ, അതും കൊണ്ടു. അപ്പൊ അതിനുശേഷം ഉണ്ടായ ഒരു റിയാക്ഷൻ എന്തായിരുന്നു മൊത്തത്തിൽ ടീം? അവിടെ ഫുട്ബോൾ എല്ലാം കളിക്കും സ്വാഭാവികമായിട്ടും. മഴ ക്യാമ്പ് നിർത്തി വെച്ചേക്കായിരുന്നു, അടിച്ച് കളിക്കായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും കളിച്ചു വളർന്ന ഇവിടെ ഫുട്ബോൾ ഫ്രണ്ട്സ് എല്ലാം ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ ആൾക്കാരായിരുന്നു. എനിക്ക് ഫുട്ബോളും കളിക്കുന്ന ഫ്രണ്ട്സായിട്ട് കളിക്കും, ടർഫിൽ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ അടിച്ചു വിളിച്ചു. അവർക്കറിയാം കളിക്കുന്ന അവർക്കറിയായിരുന്നു അങ്ങനെ. പക്ഷെ വലിയ അനുഭവം, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത്. അവര്
രാജസ്ഥാൻ ഇപ്പോൾ ഉള്ള അനുഭവങ്ങൾ നല്ല രാജസ്ഥാൻ ടീമിൽ experience ആയിരുന്നു. ആരായിരുന്നു നല്ല- അവിടുത്തെ ഒരു ബഡ്ഡി? ബഡ്ഡി നമ്മൾ ജൂനിയേഴ്സ് കൂടി കമ്പനി സുശാന്ത് വരൊക്കെ ആയിട്ട്, ആ. പക്ഷേ ജഡുബായ് അവർ നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. സിബിൻ ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിഘ്നേഷ്, രണ്ടുപേരും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന്, സിബിൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നേരെ മലപ്പുറത്തെത്തി മലപ്പുറത്തിന്റെ മകനായി നിൽക്കുകയാണ്. ജനിച്ചത് മലപ്പുറത്താണ്. വിക്കിയാണെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ മകനാണ്, മലപ്പുറത്തിന്റെ സ്വന്തം ആളാണ്. അപ്പോൾ എന്താണ് കേരള ക്രിക്കറ്റിൽ മലപ്പുറത്തിന്റെ കരുത്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടവും വലവും നിൽക്കുന്ന ഈ രണ്ട് പേര് തന്നെയാണ്. KCL നൽകുന്ന സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള സ്വപ്നങ്ങൾ അവരുടെ മുന്നിലേക്കുണ്ട്. അതിന് ഉദാഹരണം, അത് അച്ചീവ് ചെയ്ത രണ്ട് പേരാണ് സിബിനും വിക്കിയും. നമ്മുടെ യാത്ര തുടരുകയാണ്, മറ്റൊരിടത്ത് കാണാം.